Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ 11th ചാപ്റ്റർ ആണ്. അതായത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ സിലബസിൽ വരുന്ന എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോയിലേക്ക് പോവാം. The first question is write the relation connecting temperature on Fahrenheit scale and Celsius scale. So the relation connecting temperature on Fahrenheit scale and Celsius scale ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഫാരൻഹീറ്റ് സ്കെയിലും സെൽഷ്യസ് സ്കെയിലും അതുപോലെ തന്നെ കെൽവിൻ സ്കെയിലും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഫാരൻഹീറ്റ് സ്കെയിൽ അതുപോലെ തന്നെ സെൽഷ്യസ് സ്കെയിൽ ഇവയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ ഒരു തെർമോമീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, അതിന് രണ്ട് റെഫറൻസ് പോയിന്റ്സ് അത്യാവശ്യമാണ്. റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് ഒന്ന് ഫ്രീസിംഗ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ അടുത്തത് ബോയിലിംഗ് ടെമ്പറേച്ചർ ആയിരിക്കണം ഓഫ് പ്യുവർ വാട്ടർ. അതായത് അറ്റ്മോസ്ഫറിക് പ്രഷറിലുള്ള പ്യുവർ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ ഫ്രീസിംഗ് ടെമ്പറേച്ചറും ആയിരിക്കും നമ്മൾ ഒരു തെർമോമീറ്ററിന്റെ കേസിൽ അതിന്റെ റെഫറൻസ് പോയിന്റ്സ് ആയിട്ട് എടുക്കുന്നത്. ഇനി നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയിലാണ്. അപ്പൊ ഈ 3 സ്കെയിൽസ് ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെൽഷ്യസ് സ്കെയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഐസ് പോയിന്റ് എത്രയാണ് എടുക്കാറുള്ളത്? 0 ഡിഗ്രിയാണ് അല്ലെ. 0 അതായത് ഐസ് ആവുന്ന സമയത്ത്, ഫ്രീസിങ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അതേപോലെ തന്നെ സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് സെൽഷ്യസ് സ്കെയിൽ അല്ലെ. അപ്പൊ അവിടെ നമുക്ക് 0 ഡിഗ്രിയും അതുപോലെ തന്നെ 100 ഡിഗ്രിയുമാണ് എന്ത് വരുന്നത്, റെഫറൻസ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇനി അവയ്ക്കിടയിൽ ഉണ്ടാവുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് ഈ റെഫറൻസ് പോയിന്റിനെ 100 ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഓരോ ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സോ ഈച്ച് ഡിവിഷൻ വിൽ ബി ഈക്വൽ ടു 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ടത് എന്താണ്? സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്, അതിന്റെ സ്റ്റീം പോയിന്റും അതുപോലെ തന്നെ ഐസ് പോയിന്റും. അപ്പോൾ ഐസ് പോയിന്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ അതിന്റെ 2 റെഫറൻസ് പോയിന്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു 100 ഈക്വൽ പാർട്സ് ആയിരിക്കും. 100 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ ഡിവിഷനും എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സെൽഷ്യസ് സ്കെയിൽ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫാരൻഹീറ്റ് സ്കെയിൽ ആണ്. അപ്പോൾ ഫാരൻഹീറ്റ് സ്കെയിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഐസ് പോയിന്റ് എടുക്കുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതായത് ഐസ് പോയിന്റ് നമ്മൾ നേരത്തെ 0 ഡിഗ്രി എടുത്തു, അതിന് പകരം ഫാരൻഹീറ്റ് ആവുന്ന സമയത്ത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് എന്ത്, അവിടുത്തെ ഐസ് പോയിന്റ്. അതുപോലെ തന്നെ സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോ അവർക്കിടയിൽ ഉണ്ടാവുന്ന ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത്, അതായത് ഇന്റർവെൽ ബിറ്റ്വീൻ ദ 2 ഫിക്സ്ഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആണ് അല്ലെ. സോ 180 ആണ്. 180 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പോയിന്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 1 ഡിഗ്രി ഫാരൻഹീറ്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഫാരൻഹീറ്റ് സ്കെയിലിന്റെ കേസിൽ ഐസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ദെൻ സ്റ്റീം പോയിന്റ് ആയി എടുക്കുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഈച്ച് ആർ ഡിവൈഡഡ് ഇൻടു 180 ഈക്വൽ പാർട്സ് ആയിരിക്കും. ഓക്കെ. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഏതാണ്? കെൽവിൻ സ്കെയിൽ ആണ്. അപ്പൊ കെൽവിൻ സ്കെയിലിന്റെ കേസിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് -273.1 ഡിഗ്രി 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും 0 കെൽവിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അതായത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് കെൽവിൻ ആയിട്ട് എടുക്കുന്നത്. കെൽവിന്റെ ഐസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ഫ്രീസിംഗ് പോയിന്റ് ആവുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റീം പോയിന്റ് ആവുന്ന സമയത്ത് എത്രയായിരിക്കും? അത് 373.15 ആയിരിക്കും. അതായത് അവയ്ക്ക് ഇടയിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഡിവിഷൻസ് എന്ന് പറയുന്നത്, അതായത് 100 ഈക്വൽ പാർട്സ് ആക്കിയിട്ടായിരിക്കും അവയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്ക് ഇവയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു റിലേഷൻ പറയാം. അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? റിലേഷൻ കണക്ടിങ് ടെമ്പറേച്ചർ ഓൺ ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് സെൽഷ്യസ് സ്കെയിൽ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതായത് റിലേഷൻ ബിറ്റ്വീൻ ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് സെൽഷ്യസ് സ്കെയിൽ എന്ന് പറയുന്നത് TF minus 32 by 180 that is equal to TC by 100 എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. TF minus 32 by 100 that is equal to TC by 100 എന്നുള്ളതാണ്.
ക്ലിയർ? ഇനി 3 കേസും കൂടെ വരുന്ന കേസാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? Tc/100 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? Tf - 32/180 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Tk - 273/100. Tk - 273/100 ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മളോട് 2 കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 2 കേസസ് ആണ്, ടെമ്പറേച്ചേഴ്സ് ഓൺ ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് സെൽഷ്യസ് സ്കെയിൽ മാത്രം ആയതുകൊണ്ട് എത്ര എഴുതിയാൽ മതി? Tf - 32/180 is equal to Tc/100 എന്ന് മാത്രം എഴുതിയാൽ മതി. So that is the relation connecting temperature on Fahrenheit scale and Celsius scale. That is Tf - 32/180 is equal to Tc/100. ഇനി നമ്മൾ പറഞ്ഞ 3 സ്കെയിൽസിന്റെയും ഒരു കമ്പാരിസൺ നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അതായത് ഇവിടെ നമ്മളൊരു കെൽവിൻ സ്കെയില്, സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില് ആ ഓർഡറിലാണ് തന്നിട്ടുള്ളത്. അവയുടെ അബ്സല്യൂട്ട് സീറോയിൽ ഉണ്ടാവുന്ന വാല്യൂസ്, അതുപോലെ തന്നെ ഐസ് പോയിന്റ്, സ്റ്റീം പോയിന്റ്, ഈ വാല്യൂസിന്റെ ഒരു കമ്പാരിസൺ ആണ് തന്നിട്ടുള്ളത്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുമ്പോൾ അതിന്റെ മിനിമം ടെമ്പറേച്ചർ ആണ്. അപ്പൊ ഒരു കെൽവിൻ സ്കെയിൽ എടുത്താൽ അതിന്റെ മിനിമം ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്നുള്ളതാണ്. സോ കെൽവിൻ സ്കെയിലിന്റെ കേസിൽ അത് 0 കെൽവിൻ ആയിരിക്കും. എന്നാൽ സെൽഷ്യസ് സ്കെയിലിന്റെ കേസിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അതിന്റെ മിനിമം വാല്യൂ. ദെൻ ഫാരൻഹീറ്റ് ആണെന്നുണ്ടെങ്കിൽ -459.69 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഐസ് പോയിന്റ് കെൽവിൻ സ്കെയിലിൽ എത്രയാണ്? 273.15 കെൽവിൻ ആണ്, -273.15 കെൽവിൻ ആണ്. ദെൻ അതിന്റെ സ്റ്റീം പോയിന്റ് എത്രയാണ് വരുന്നത്? 373.15 കെൽവിൻ ആണ്. അതായത് 100 ഡിഗ്രിയുടെ വ്യത്യാസമാണ് അതിന് വരുന്നത്. ഇനി സെൽഷ്യസ് സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ദെൻ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റീം പോയിന്റ്. ദെൻ ഫാരൻഹീറ്റ് സ്കെയിലിന്റെ കേസിൽ എങ്ങനെയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അതിന്റെ ഐസ് പോയിന്റ്, ദെൻ സ്റ്റീം പോയിന്റ് എത്രയാണ്? 212 ഡിഗ്രി ഫാരഡ് ആണ്. സോ 180 ഡിഗ്രിയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ ഈ ജസ്റ്റ് ഈ ഡയഗ്രം ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് 3 സ്കെയിൽസിന്റെയും കമ്പാരിസൺ മനസ്സിലാക്കി വെക്കാൻ പറ്റും. അപ്പൊ ഇത്രയും മാത്രമാണ്. അതായത് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ, റിലേഷൻ കണക്ടിങ് ദാറ്റ് കെൽവിൻ, ദെൻ ഫാരൻഹീറ്റ് ആൻഡ് സെൽഷ്യസ് സ്കെയിൽസ്. സോ 3 സ്കെയിൽസിന്റെയും കമ്പാരിസൺ എങ്ങനെ എഴുതാൻ പറ്റും? Tc/100 is equal to Tf - 32/180 that is equal to Tk - 273/100 ആണ്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Write the relation connecting temperature on Kelvin and Celsius scale. അതായത് റിലേഷൻ കണക്ടിങ് കെൽവിൻ ആൻഡ് സെൽഷ്യസ് സ്കെയിൽസ് ആണ്. അപ്പോൾ കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഉണ്ടാവുന്ന ടെമ്പറേച്ചേഴ്സിന്റെ റിലേഷൻ എങ്ങനെയായിരിക്കും? ടി എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ. സോ Tc + 273.15 ആയിരിക്കും എന്ത്? കെൽവിൻ സ്കെയിലിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ T will be equal to Tc + 273.15 ആണ്. അതായത് സെൽഷ്യസ് സ്കെയിലിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 273.15 ആണ് ആഡ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is temperature of a normal human body is 98.6 degree Fahrenheit. What is the corresponding temperature in Celsius scale? അപ്പൊ നമ്മളൊരു ഫാരൻഹീറ്റ് സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ടാണ്, ഫാരൻഹീറ്റിലാണ് നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യണതെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 98.6 ഡിഗ്രി ഫാരഡ് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൽഷ്യസ് സ്കെയിലിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ വേണ്ടത്? യെസ്, ഫാരൻഹീറ്റ് സ്കെയിലും അതുപോലെ തന്നെ സെൽഷ്യസ് സ്കെയിലും ആണ്. അപ്പൊ ആ ഇക്വേഷൻ എടുക്കാമല്ലോ. ദാറ്റ് ഈസ് Tf - 32/180 is equal to Tc/100 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഇവിടെ ഏതൊക്കെയാണ് ഉള്ളത്? ഫാരൻഹീറ്റിലുള്ളത് എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ദെൻ Tc നമുക്ക് കാണാം. സോ Tfന് പകരം എന്ത് എഴുതാം? 98.6 - 32/180 that is equal to Tc/100. റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? Tc is equal to 98.6 - 32 into 100 divided by 180. അതായത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ നമ്മള് ഹ്യൂമൻ നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി ആണ്. അപ്പൊ അത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫാരൻഹീറ്റിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ക്ലിയർ? The next question is state Boyle's law. എന്താണ് Boyle's law? At constant temperature, the pressure of a quantity of gas is inversely proportional to volume. That is, pressure is inversely proportional to volume. P is directly proportional to 1/V ആണ് അല്ലെ. So PV is equal to a constant. അതാണ് Boyle's law. Here the temperature is constant. അപ്പൊ നിങ്ങൾ കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുന്നില്ല.
അടുത്ത ടോപ്പിക് എന്താണ്, അതായത് സ്റ്റേറ്റ് ചാൾസ് ലോ ആണ്. അപ്പോൾ ബോയ്സ് ലോയിൽ എന്തായിരുന്നു, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓർ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഇനി ചാൾസ് ലോ എന്താ പറയുന്നത്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് കോൺസ്റ്റന്റ് പ്രഷറിൽ volume of quantity of gas is directly proportional to temperature ആണ്. Volume is directly proportional to temperature. That is V is proportional to T ആയിരിക്കും, or V by T is equal to a constant. Okay, so that is Charles law. Now we have another question, that is write ideal gas equation. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മൾ രണ്ട് ലോ, അതായത് ബോയിൽസ് ലോയും ചാൾസ് ലോയും കമ്പൈൻ ചെയ്തിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് ഐഡിയൽ ഗ്യാസ് ലോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കിട്ടുന്നത്. അതായത് പി വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും അല്ലെ. രണ്ട് ഇക്വേഷൻസിനെയും കൂടി കമ്പൈൻ ചെയ്താൽ പി വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. സോ ആ കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാം, പി വി ബൈ ടി ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എന്ന് എഴുതാം, ഓർ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി എന്നുള്ളതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി പി എന്ന് പറയുന്നത് എന്താണ്, അവിടെ പ്രഷർ, വി വോളിയം, mu is the number of moles in the sample of gas. Mu is the number of moles in the sample of gas, and R is the constant called universal gas constant. അതിന്റെ വാല്യൂ എത്രയാണ്, 8.31 joule per mole Kelvin ആണ്. അതായത് 8.31 joule per mole Kelvin ആണ്. So that is PV is equal to mu RT is the ideal gas equation. Okay. The next question is, what do you mean by absolute zero temperature or zero Kelvin? എന്താണ് absolute zero temperature അല്ലെങ്കിൽ zero Kelvin എന്ന് പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So here the minimum temperature for an ideal gas നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഉണ്ടാവുന്ന മിനിമം ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ സീറോ കെൽവിൻ എന്ന് പറയുന്നത്. അതായത് ദിസ് ടെമ്പറേച്ചർ ഇസ് ഫൗണ്ട് ടു ബി -273.15 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മൾ നേരത്തെ കെൽവിന്റെ കേസിൽ കണ്ടതാണ്, -273.15 ആണ് അതിന്റെ മിനിമം വാല്യൂ ഓഫ് ടെമ്പറേച്ചർ. അതായത് മിനിമം ടെമ്പറേച്ചർ ഫോർ ആൻ ഐഡിയൽ ഗ്യാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സീറോ കെൽവിൻ എന്ന് പറയുന്നത്. ദാറ്റ് വാല്യൂ ഇസ് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് തെർമൽ എക്സ്പാൻഷൻ. എന്താണ് തെർമൽ എക്സ്പാൻഷൻ? സോ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ചേഞ്ച് ഇറ്റ്സ് ലെങ്ത്, ഏരിയ ഓർ വോളിയം അല്ലെ. അതായത് നമ്മളൊരു ബോഡിയുടെ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് കൊണ്ട് എന്തുണ്ടാവാം, ഐദർ ലെങ്ത് അല്ലെങ്കിൽ ഏരിയ, വോളിയം, ഇവയിലൊക്കെ എന്തുണ്ടാവാം, ചേഞ്ചസ് ഉണ്ടാവാം. സോ that increase in dimension of a body due to increase in its temperature is called thermal expansion. അപ്പൊ എന്താണ്, നമ്മൾ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഡയമെൻഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഓർ ഇൻക്രീസ് ഇൻ ദ ഡയമെൻഷൻസ് ഓഫ് ദ ബോഡിനെയാണ് എന്ത് പറയാ, തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ the increase in the dimension of a body due to the increase in its temperature is called thermal expansion. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം, ലെങ്ത്, ഏരിയ, വോളിയം എക്സെട്ര. ഓക്കെ, സോ അവയിൽ ഏതെങ്കിലും ഒന്നിനുണ്ടാവുന്ന ചേഞ്ചസ് എന്തായിട്ട് പറയാം, നമുക്ക് തെർമൽ എക്സ്പാൻഷൻ ആയിട്ട് പറയാൻ പറ്റും. ഇനി റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് നോക്കാം. സോ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് ഇതിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ലീനിയർ എക്സ്പാൻഷൻ, നമ്മളോട് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതാണ്, ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെങ്ത് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ലീനിയർ എക്സ്പാൻഷൻ. അതേപോലെ ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം, ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഇൻ വോളിയം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വോളിയം എക്സ്പാൻഷൻ. അപ്പൊ ഈ 3 ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലീനിയർ എക്സ്പാൻഷൻ, അതായത് ദ ഇൻക്രീസ് ഇൻ ദ ഡയമെൻഷൻ ഓഫ് എ ബോഡി വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ അല്ലെ. ഇനി അതിനകത്ത് തന്നെ ഉണ്ടാവുന്ന ഡയമെൻഷൻസ്, അതായത് ദ എക്സ്പാൻഷൻ ഇൻ ലെങ്ത് ഈസ് കോൾഡ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് ദ എക്സ്പാൻഷൻ ഇൻ area is called area expansion and the expansion in volume is called volume expansion. ഇനി ഈ 3 കേസസിൽ വരുന്നതാണ് നമുക്ക്
കോൺസ്റ്റന്റിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് നോക്കാം. അപ്പൊ അത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സബ്സ്റ്റൻസിന് എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്തു. അതായത് ഇപ്പൊ ഒരു സോളിഡിന്റെ ഒരു റോഡ് എടുത്തു എന്ന് വിചാരിക്കാം, വിച്ച് ഹാസ് എ ലെങ്ത് എൽ. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും, അതിന്റെ ലെങ്ത്തിന് ഇൻക്രീസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് ഡെൽറ്റ ടി ആണെങ്കിൽ ഡെൽറ്റ എൽ ആണ് ഇൻക്രീസ് ഇൻ ലെങ്ത്. ഇനി ആ ഒരു കേസിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത്, അതായത് ഇൻക്രീസ് ഇൻ ലെങ്ത് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആൻഡ് ഡെൽറ്റ ടി. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, നമ്മൾ എൽ ലെങ്ത് ഉള്ള ഒരു റോഡിനെ എന്ത് ചെയ്യാണ്, ഹീറ്റ് ചെയ്യാണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തു, ഡെൽറ്റ ടി ഇൻക്രീസ് ചെയ്തു. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡെൽറ്റ എൽ ആണ്. ഇനി ഈ ഡെൽറ്റ എൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ആൻഡ് ഡെൽറ്റ ടി. അതായത് ലെങ്ത്തിനും അതുപോലെ തന്നെ ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ചേഞ്ചിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ അതിനൊന്ന് മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു, യെസ്, ഡെൽറ്റ എൽ ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ എൽ ഇൻറ്റു എൽ ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പൊ ഈ ആൽഫ എൽ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആൽഫ എൽ ഇസ് കോൾഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പൊ ഈ ഇക്വേഷനകത്ത് നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും ആൽഫ എല്ലിനെ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനെ? യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി ആണ്. ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഏരിയയിൽ ഉണ്ടാവുന്ന എക്സ്പാൻഷൻ എങ്ങനെ എഴുതാം നോക്കി നോക്കൂ. ഏരിയക്ക് ഉണ്ടാവുന്ന ഇൻക്രീസും ഇതേപോലെ തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആൽഫ എ എന്ന ഏരിയ എക്സ്പാൻഷൻ എഴുതാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി ആയിരിക്കും. അതുപോലെ വോളിയത്തിൽ ഉണ്ടാവുന്ന എക്സ്പാൻഷൻ എങ്ങനെ എഴുതാം, ആൽഫ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം. സോ അതാണ് എന്ത്, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എൽ. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ആണ് ആൽഫ എ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ആൽഫ വി. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ആൽഫ എൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി ആണ് അല്ലെ. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും എന്ത്, യെസ്, കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് ജനറൽ ആയിട്ട് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. ക്ലിയർ ആയല്ലോ. അപ്പോ ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. Clear? So we can say that the coefficient of linear expansion alpha L is equal to delta L divided by L delta T. The next question is write the expression for coefficient of area expansion. നമ്മൾ coefficient of area expansion ഉള്ള എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ, അതായത് ആൽഫ എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഏരിയ ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് അല്ലെ. സോ ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ആൽഫ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി ആണ് equation. Next is write the expression for coefficient of volume expansion. വോളിയം എക്സ്പാൻഷന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാൻ പറ്റും, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ അതായത് ആൽഫ വി ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. സോ alpha v is equal to delta v divided by v into delta t. So that is alpha v is equal to delta v by v delta t. സോ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ആൽഫ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ. ഇനി ആൽഫ എൽ, ആൽഫ എ, ആൽഫ വി ആകുമ്പോൾ അവിടെ ഡയമെൻഷന് പകരം ഏതാണ്, ലെങ്ത്, ദെൻ ഏരിയ, വോളിയം, അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്, അതായത് ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ. അതായത് ആൽഫ എല്ലും ആൽഫ എയും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ അതുപോലെ തന്നെ ആൽഫ എല്ലും ആൽഫ വിയും തമ്മിലുള്ള ഒരു റിലേഷനും കൂടെ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആൽഫ എല്ലും ആൽഫ എയും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആൽഫ എ ആണ് എഴുതുന്നത്. അതായത് ആൽഫ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ആൽഫ എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ്
ഏരിയ എക്സ്പാൻഷൻ ആണ്. സോ ഡെൽറ്റ എ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഏരിയ ആണ്. അപ്പൊ എൽ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സോളിഡ് റോഡിന്റെ ലെങ്ത് എന്ന് വിചാരിക്കാം, എൽ ആണ്. ഇനി വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ദ ടെമ്പറേച്ചർ റൈസസ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഏരിയയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡെൽറ്റ എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കുമല്ലോ, അതായത് ചേഞ്ച് ഇൻ ഏരിയ ആണ്. അപ്പൊ അവിടെ എൽ പ്ലസ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്? പുതിയ ഏരിയ ആണ്. മൈനസ് എൽ സ്ക്വയർ, അതായത് അതിന്റെ ഇനീഷ്യൽ ലെങ്ത്, അതിന്റെ സ്ക്വയർ, അതായത് ഇനീഷ്യൽ ഏരിയ. ഇനി അങ്ങനെയാണെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാലോ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? എൽ സ്ക്വയർ പ്ലസ് 2l ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് വരും അല്ലെ. എൽ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ അതുപോലെ തന്നെ ഡെൽറ്റ എൽ സ്ക്വയർ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് വി ക്യാൻ നെഗ്ലക്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു 2l ഡെൽറ്റ എൽ മാത്രമാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഏരിയക്ക് ഈക്വൽ ആണ്. സോ എൽ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഡെൽറ്റ എ എന്ന് പറയുന്നത് 2l ഡെൽറ്റ എൽ എന്ന് കിട്ടിയിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? എൽ സ്ക്വയർ ആണ്. ഇനി അതൊന്ന് നമുക്ക് മുകളിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എ ക്ലിയർ ആയല്ലോ. അതായത് ഡെൽറ്റ എ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടത്? ചേഞ്ച് ഇൻ ഏരിയ ആണ്. അപ്പോൾ അതായത് ന്യൂ ഏരിയ മൈനസ് എന്തായിരുന്നു? നമ്മൾ ഒറിജിനൽ ഏരിയ ആണ് കണ്ടത്. അതാണ് എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എന്ന് എഴുതിയത്. ഇനി അതിനകത്ത് ഡെൽറ്റ എ അതുപോലെ തന്നെ എ ഇവയുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൽഫ എ ഈസ് ഈക്വൽ ടു 2l ഡെൽറ്റ എൽ ബൈ എൽ സ്ക്വയർ ഡെൽറ്റ ടി എന്ന് കിട്ടും. അതിൽ എല്ലും ക്യാൻസൽ ചെയ്താൽ എന്താ വരുന്നത്? 2 ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി അല്ലേ കിട്ടുന്നത്. ഇനി ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി നമ്മൾ നല്ല പരിചയമുള്ള ടേം ആണ് അല്ലെ. സോ ദാറ്റ് ഈസ് ആൽഫ എൽ. സോ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ് ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അപ്പൊ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ആൽഫ എ ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? 2 into alpha L എന്ന് എഴുതാം. So that is the relation between alpha L and alpha A. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് alpha A is equal to 2 into alpha L എന്നുള്ളതാണ് ഇക്വേഷൻ. The next question is relation between alpha L and alpha V. നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? ആൽഫ എല്ലും ആൽഫ എയും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. അതായത് ആൽഫ എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ എൽ ആണ്. ഇനി ഇവിടെ കാണേണ്ടത് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ വി ആണ്. അപ്പോൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ്, സിമിലർ സ്റ്റെപ്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആൽഫ വിയുടെ ഇക്വേഷൻ എഴുതാം. ആൽഫ വി എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി ആണ്. ഓക്കെ, ഇനി ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? വോളിയാണ്. സോ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ് എന്ന് എഴുതാം. ഇനി എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്നുള്ളതിനെ എക്സ്പാൻഷൻ എഴുതിയ പോരെ. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആണ്. അപ്പൊ ഇതുപോലെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബിനെ എൽ ക്യൂബ് പ്ലസ് 3l ഡെൽറ്റ എൽ സ്ക്വയർ പ്ലസ് 3l സ്ക്വയർ ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ ക്യൂബ് എന്ന് വരില്ലേ? മൈനസ് എൽ ക്യൂബ് ഉണ്ട്. ആ എൽ ക്യൂബും ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോഴും എന്തായിരിക്കും? വളരെ സ്മോൾ വാല്യൂ ആണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടെ നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ബാക്കി വരുന്ന ടേംസ് എന്താണ്? 3l സ്ക്വയർ ഡെൽറ്റ എൽ മാത്രമാണ്. അതായത് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 3l സ്ക്വയർ ഡെൽറ്റ എൽ എന്ന് വരും. ഇനി വോളിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു എൽ ക്യൂബ് എന്ന് എഴുതാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ ഫസ്റ്റ് ഇക്വേഷനിൽ. അതായത് ആൽഫ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ആൽഫ വി ഈസ് ഈക്വൽ ടു 3l സ്ക്വയർ ഡെൽറ്റ എൽ ബൈ എൽ ക്യൂബ് ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ, അതില് ക്യാൻസൽ ചെയ്യുന്ന ടേംസ് ഏതൊക്കെയാണ്? എൽ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. ദെൻ ബാക്കി വരുന്നത് എന്താണ്? 3 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി ആണ്. ഇനി ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ആൽഫ എൽ അല്ലേ. സോ ആൽഫ വി വിൽ ബി ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ആൽഫ വി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എൽ എന്നുള്ളതാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ വി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ആൽഫ എൽ, ആൽഫ എ ആൻഡ് ആൽഫ വി? അതായത് 3 തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ വി എന്ന് പറയുന്നത് എത്രയാണ്? 1:2:3 ആണ്. ഓക്കെ, സോ hope it is clear to you. Now we can conclude the video. If you like the video, please like, share and subscribe. Thanks for watching.